ഹലോ, നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം കേൾക്കുമല്ലേ, സുഖമാണല്ലോ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന്. ഈ കുഴപ്പം കണ്ടുപിടിക്കാനായിട്ട് മെഡിക്കൽ ടെക്നോളജി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നോവേറ്റീവായിട്ട് ഒരുപാട് ടെക്നിക്സ് വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. മാജിക് ഓഫ് മോഡേൺ മെഡിസിൻ, ഇൻ്റർവെൻഷണൽ റേഡിയോളജി. വലിയ വാക്കാണ്, പക്ഷേ എൻ്റെ കൂടെ അത് സംസാരിക്കാനിരിക്കുന്നത് ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യൻ, ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, പരുമല ഹോസ്പിറ്റൽ. ഡോക്ടർ ഹായ്. ഒരുപാട് പഠിക്കേണ്ടി വന്നു എനിക്ക്, കാരണം വെച്ചാൽ ഇത്രയും ഒരു ഗഹനമായ ഒരു ടോപ്പിക്കും എന്നാൽ ആൾക്കാർക്കിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. സോ ഇൻ്റർവെൻഷണൽ റേഡിയോളജി അഥവാ IR എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ളൊരു നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. First of all, thank you so much for taking so much effort to read about interventional radiology. Yeah, basically we need to develop the awareness. So interventional radiology എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം, കാർഡിയാക് ആൻജിയോഗ്രാം എല്ലാവർക്കും അറിയാം. ഹാർട്ട് അറ്റാക്ക് വന്നു, ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ നമ്മൾ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നു, ഹാർട്ടിൻ്റെ അല്ല, ശരീരത്തിൽ ഏത് ഓർഗൻ്റെയും ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റും. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസലിന് നമുക്ക് എത്തിപ്പെടാന്ന് വെച്ചാൽ ആ ബ്ലഡ് വെസലിൽ ഒരു നീളമുള്ള ലോങ് ട്യൂബുണ്ട്, കാത്തീറ്റർ എന്ന് പറയും. അത് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ഏത് അസുഖവും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ കീ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഏത് ബ്ലഡ് വെസലിലേക്കും എത്താമെന്ന് പറയുന്നുണ്ടല്ലോ. സാധാരണ നമ്മളതിൽ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്, ഞാൻ വായിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CT വഴിയോ അതല്ലെങ്കിൽ ഇമേജസോ അല്ലെങ്കിൽ എന്താ പറയുക MRI വഴിയോ. അപ്പോൾ അങ്ങനെ തന്നെയാണോ? മെയിൻലി എക്സ്റേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ, വീഡിയോ ആണെങ്കിൽ എക്സ്റേയുടെ വീഡിയോ ആണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലൂറോസ്കോപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എക്സ്റേ ഇമേജ്, മൂവിങ് ഇമേജസ് കാണാൻ പറ്റും. സിനി ഇമേജസ് കണ്ടുകൊണ്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ, അതായത് നമ്മുടെ വയറിൻ്റെ സ്കാൻ ചെയ്യുന്ന അൾട്രാസൗണ്ട് വെച്ചാണ് ബ്ലഡ് വെസൽ കണ്ടുപിടിക്കുന്നത്. അത് യൂഷ്വലി നമ്മുടെ കാലിൻ്റെ ഇൻഗ്വനൽ റീജിയനിൽ, അല്ലെങ്കിൽ ഗ്രോയിൻ്റെ അവിടെ അല്ലെങ്കിൽ കൈത്തണ്ടയിൽ അവിടുത്തെ ബ്ലഡ് വെസൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു ലോക്കൽ അനസ്തീഷ്യ യൂസ് ചെയ്യത്തുള്ളൂ. ലോക്കൽ അനസ്തീഷ്യ വെച്ച് നമ്മളൊരു ചെറിയൊരു സൂചി വെച്ച് ആ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ അൾട്രാസൗണ്ട് വെച്ച് കണ്ടുകൊണ്ട് എത്തും. പിന്നെ നമ്മൾ നീളമുള്ള സ്ലെൻഡർ ആയിട്ടുള്ള ടൈനി ഗൈഡ് വയേഴ്സ് ഉണ്ട്, അത് പാസ് ചെയ്ത് നമുക്ക് എക്സ്റേയിലൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഏത് ഓർഗനിൽ വേണമെങ്കിലും ഗൂഗിൾ മാപ്പ് വഴി പോകുന്ന പോലെ നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് എനിക്ക് ഓർമ്മ എന്താ വെച്ചെങ്കിൽ നമ്മളൊരു ഫുഡ് ഡെലിവറി ആപ്പിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരാൾ വണ്ടിയിൽ പോകണം, അതുമാതിരി എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതായത് ഞാൻ വായിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ 2018 ഐ തിങ്ക് 596 റേഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക്, അതോ കൂടിയോ? നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് വാസ്കുലർ ഇന്റർവെൻഷൻ റേഡിയോളജി മെമ്പർഷിപ്പ് അറൌണ്ട് 1600 ഉണ്ട്. കൂടിയിട്ടുണ്ട്. അപ്പം പക്ഷേ പ്യുവർലി ഇന്റർവെൻഷൻ റേഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്നവർ അറൌണ്ട് 600. അതാണ് ഏറ്റവും അധികം ഞാൻ അതിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലൊരു എന്താ പറയുക, ലിവർ ഡിസീസസിനാണ് ഏറ്റവും അധികം ഇത് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ അല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ അതിൽ സ്ട്രോക്കിൻ്റെ കാര്യം, സ്ട്രോക്ക് ഇപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ഇൻവെൻഷൻസ് ഓഫ് ഹ്യൂമൻ റേസ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സ്ട്രോക്കിലുള്ള മെക്കാനിക്കൽ ത്രോംബക്ടമിയാണ് ഈ ഒരു സെഞ്ചുറിയിൽ. കാരണം അതൊരു ലൈഫ് ചേഞ്ചിങ്. മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറഞ്ഞാൽ, മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറഞ്ഞാൽ നമ്മൾ ലിറ്ററലി നോക്കിയാൽ ബ്ലഡ് ക്ലോട്ട് എടുത്ത് കളയുക, മെക്കാനിക്കലി എടുത്ത് കളയുക. അപ്പോൾ ഈ കാത്തീറ്റേഴ്സ് വെച്ച് വേറെ ഡിവൈസസ് ഉണ്ട്, സ്റ്റെൻറ്റ് റീവേഴ്സ് എന്ന് പറയുന്ന ഡിവൈസസ് ഉണ്ട്. സ്റ്റെൻസ് നമുക്കെല്ലാം അറിയാം. സ്റ്റെൻറ്റ് അവിടെ വെച്ച് നമ്മൾ സ്റ്റെൻറ്റ് അവിടെ വെച്ചിട്ട് തിരിച്ചു വരും. സ്റ്റെൻറ്റ് റീവർ എന്ന് വെച്ചാൽ റിട്രീവബിൾ സ്റ്റെൻസ് ആണ്, തിരിച്ചെടുക്കാം. നമ്മൾ സ്റ്റെൻറ്റ് ഈ ക്ലോട്ടിൽ കൊണ്ട് വയ്ക്കുന്നു, അപ്പോൾ ക്ലോട്ട് സ്റ്റെൻറ്റിനുള്ളിൽ കുരുങ്ങി കിടക്കും, അത് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നു. ആ ബ്ലഡ് ക്ലോട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ബ്ലഡ് സപ്ലൈ ബ്രെയിനിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും. അതുകൊണ്ട് പേഷ്യൻറ്റിനെ വിത്തിൻ 4 hours, ഇപ്പം പുതിയ ഗൈഡ് ലൈൻസ് പറയുന്നത് അറ്റ്ലീസ്റ്റ് 24 hours എത്തിയാൽ അത്രയും ബ്രെയിൻ ഡാമേജ് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ്. ടൈം ഈസ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം പേഷ്യൻറ്റിന് ഇത് കഴിഞ്ഞിട്ടുള്ള പാരാലിസിസ്, അത് കഴിഞ്ഞിട്ടുള്ള ബെഡ് റിഡൻ അവസ്ഥ, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ്. എഴുന്നേറ്റ് നടക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് പേഷ്യൻറ്റിന് എഴുന്നേറ്റ് നടന്ന് പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റും. അപ്പം നമ്മളൊരു ഫാമിലീനെ ഫുള്ളാണ് ലൈഫ് ലോങ് ബേർഡനിൽ നിന്ന് സേവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ഇൻവെൻഷൻ ഇൻ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അതാണ്. ഡോക്ടർ ഇപ്പോൾ എത്ര കാലം ഇത് ചെയ്തു തുടങ്ങിയിട്ട്? ഇപ്പോൾ ഞാൻ ബേസിക്കലി ഐ എം എ റേഡിയോളജിസ്റ്റ്. ഐ ഡിഡ് മൈ റേഡിയോളജി ട്രെയിനിങ് ഫ്രം ബാംഗ്ലൂർ. ദെൻ ഒരു 1 year ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, ബേസിക് ഫെലോഷിപ്പ് ഇന്റർവെൻഷൻ റേഡിയോളജി. അപ്പോഴാണ് ഞാൻ ഈ മെക്കാനിക്കൽ ത്രോംബക്ടമിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രൊസീജിയർ ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ ആണല്ലോ, ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഐ വാസ് ട്രെയിൻഡ് ബൈ സംബഡി ഹു വാസ് റിട്ടേൺ ഫ്രം UK. Then I realized that much more is happening abroad. Somehow I reached UK, went for 2-year training. 2 years. Ended up staying there for 5 years. Then finally I thought I need to return. അതെ.
ഏറ്റവും അധികം അസുഖങ്ങൾ ട്രീറ്റ്മെന്റിൽ വരുന്നത് IR എന്തിനൊക്കെയാണ്? ഹെഡ് ടു ടോ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ബ്ലഡ് വെസൽ, എല്ലാ അവയവങ്ങൾക്കും ബ്ലഡ് സപ്ലൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്ലഡ് വെസലിൽ ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള ഒരുമാതിരിപ്പെട്ട ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ ട്രീറ്റ്മെന്റ്സ് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് എല്ലാ അസുഖങ്ങളും IR വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാ ഓർഗനിലും എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ബ്രെയിനിൽ മെക്കാനിക്കൽ ത്രോംബോക്ടമി, സ്ട്രോക്കിൽ, പിന്നെ അന്യൂറിസം, ബ്രെയിനിൽ തന്നെ അന്യൂറിസം, അയോട്ടയുടെ അന്യൂറിസം ഉണ്ട്, അതിന് നമുക്ക് സ്റ്റെന്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. പിന്നെ ബ്രെയിനിലെ അന്യൂറിസം കോയിലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഉണ്ട്. അതും ഇങ്ങനെ പുതിയ പുതിയ ഡിവൈസസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് അതനുസരിച്ച് മാറുന്നുണ്ട് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ. അപ്പോൾ ഒരാൾക്ക് സത്യം പറയാച്ചെങ്കിൽ ഒരു സർജറി അല്ലെങ്കിൽ ഒരു സൂചി കുത്തേണ്ടി വരുമായിരിക്കും, പക്ഷെ എന്നാലും ഈ കത്തി വെക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന കാര്യമില്ല. ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ആളുകളുടെ ഏറ്റവും വലിയ പേടി പെയിൻ, അതുമൂലം ഉണ്ടാകുന്ന പെയിൻ ആണ് എല്ലാവരുടെയും ഒരു പറയുക. അതൊരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മളെല്ലാവരും പെയിൻ അവോയ്ഡ് ചെയ്യാം. പെയിനിലെ അൺകംഫർട്ട് സ്റ്റിമുലസ് നമുക്ക് ആർക്കും വേണ്ട, ഈവൻ മെന്റലിയും സൈക്കോളജിക്കൽ ഫിസിക്കൽ എല്ലാം. അപ്പോൾ സർജറി പേടിയിൽ എത്രയോ ആൾക്കാരുണ്ട്. സർജറി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കത്തിയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നേ ഇല്ല. നമ്മളെല്ലാവരും സ്കാൽപ്പിൽ യൂസ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഒരു 1 മില്ലിമീറ്റർ ഇൻസിഷൻ വേണം. അങ്ങനെയാണെങ്കിൽ അതെ, നമ്മൾ ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. ജനറൽ അനസ്തീഷ്യയുടെ ആവശ്യമില്ല. ഇപ്പോൾ സർജറി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു, ലാപ്രോസ്കോപ്പിക്ക് മാറി, ഇപ്പോൾ റോബോട്ടിക് സർജറീസ് എല്ലാം വരുന്നുണ്ട്. എന്നിരുന്നാലും അവിടെയെല്ലാം നമ്മൾ ജനറൽ അനസ്തീഷ്യ വേണം. അകത്ത് ഇൻസിഷൻസ് നടക്കുന്നുണ്ട്. IRൽ നമ്മളെല്ലാം ഒരു പിൻ ഹോൾ സർജറീസ് ആണ്. എല്ലാം ഒരു പിൻ ഹോളേ ഉണ്ടാവുള്ളൂ. നമുക്ക് ചില പേഷ്യൻസ് പ്രൊസീജിയർ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പേഷ്യൻസ് റിലേറ്റീവ്സ് ചോദിക്കുന്നുണ്ട് എവിടെയാണ് പാട്. കാരണം ഒരു ബാൻഡേഡിൻ്റെ ഒരു മുറിവേ ഉണ്ടാവുള്ളൂ. റോബോട്ടിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഈവൻ IR ഇപ്പോൾ റോബോട്ടിക്സ് ആവുകയാണ്. കാരണം കാത്തറ്റേഴ്സ് നമുക്ക് വീഡിയോ ഗെയിം പ്ലേ ചെയ്യുന്ന പോലെ ഇവിടെ ഇരുന്ന് കാനഡയിലെ പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. മേ ബി ഇൻ 10-15 ഇയേഴ്സ് അത് റിയാലിറ്റി ആവുമായിരിക്കും. ഇപ്പോൾ റോബോട്ടിക് സർജറി എന്ന് എല്ലാവരും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് പറയുന്നുണ്ടെങ്കിലും റോബോട്ടിക് IR ആണ് ഇനിയുള്ള ഫ്യൂച്ചറായിട്ട് വരാൻ പോകുന്നത്. പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ വളരെയധികം കുറയും. യെസ്, ഹോസ്പിറ്റൽ സ്റ്റേസ് കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സർജറി പോലെ എന്നും കട്ടിങ് ഓപ്പൺ ഒന്നുമില്ല. അപ്പോൾ വൂണ്ട് ഹീലിംഗ് ടൈം ഒന്നുമില്ല. പിന്നെ ഇത് ജനറൽ അനസ്തീഷ്യയുടെ റിക്കവറി ടൈം അതൊന്നും വേണ്ട. മാക്സിമം പോയി 1 or 2 days അഡ്മിഷൻ്റെ ആവശ്യമുള്ളൂ. ICU കെയർ ആവശ്യമുള്ള പേഷ്യൻസ് ഇല്ലെന്ന് തന്നെ പറയാം. വേറെ എന്തെങ്കിലും കോമോബിഡിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ICUവിൻ്റെ ആവശ്യമുള്ളൂ. എന്തെങ്കിലും ഒബ്സർവേഷൻ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഈ ഇന്റർവെൻഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് എന്താ? ഇന്റർവെൻഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് ഇന്റർവെൻഷൻ റേഡിയോളജിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാം. ഇന്റർവെൻഷണൽ ഓങ്കോളജി ഒരു 1 of the 4 pillars. ക്യാൻസർ ട്രീറ്റ്മെന്റ് 4 pillars ആണ് ഉള്ളത്. ഒന്ന് സർജിക്കൽ ഓങ്കോളജി, അതായത് സാധാരണ സർജറി ചെയ്ത് മെഡിക്കൽ ഓങ്കോളജി, കീമോ ഇൻഫ്യൂഷൻ മെഡിസിൻസ്, പിന്നെ റേഡിയേഷൻ ഓങ്കോളജി. 4th pillar ആണ് ഇന്റർവെൻഷൻ ഓങ്കോളജി. ഇവിടെ നമുക്ക് ഈ 3 pillars കൂടിയാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരു സമഗ്രമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവുക. അപ്പം നമ്മളിവിടെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസിസിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഡിഫിക്കൽട്ട് ബയോപ്സീസ് നമ്മൾ സാധാരണ ബയോപ്സീസ് റേഡിയോളജിസ്റ്റ് അൾട്രാസൗണ്ടായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എന്തെങ്കിലും ക്രിട്ടിക്കൽ വൈറ്റൽ ഓർഗൻസിൻ്റെ അടുത്താണ്, മെയിൻ ബ്ലഡ് വെസലിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ബ്ലീഡിങ് ചാൻസ് കൂടുതലുണ്ട്, അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്പെസിഫിക് ടെക്നീക്സ് ഉണ്ട്. ഒരു അഡ്വാൻസ് ടെക്നീക്സ് വെച്ച് നമുക്ക് ഈ ബയോപ്സീസ് എടുക്കാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റിന് ക്യൂറേറ്റീവ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ലിവർ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി അബ്ലേറ്റ് ചെയ്ത് കളയാൻ പറ്റും. കരിയിച്ച് കളയുന്നു. തെർമൽ എനർജി യൂസ് ചെയ്ത് അതങ്ങ് കുക്ക് ചെയ്ത് കളയുന്നു. ഇപ്പം എഗ്ഗ് മുട്ട പുഴുങ്ങുന്ന പോലെ ട്യൂമറിനെ അങ്ങ് കുക്ക് ചെയ്ത് കളയും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ട്യൂമർ സെൽസ് നശിച്ചു പോകും. ഇതൊന്നും വേദനിക്കില്ല. ഇതെല്ലാം ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇൻസിഷൻസ് ഒന്നും വേണ്ട. ചില പേഷ്യൻസ് നമ്മൾ ജനറൽ അനസ്തീഷ്യ വേണം അബ്ലേഷന് വേണ്ടി. കാരണം ചിലപ്പം ബ്രീതിങ് മൂവ്മെന്റ് ഉള്ളപ്പം നമ്മൾ അബ്ലേഷൻ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ബ്രീതിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഉള്ളതാണ് കുറച്ചും കൂടി വലിയ ട്യൂമറാണ് ലിവറിലെങ്കിൽ നമ്മൾ കീമോ ഇൻഫ്യൂഷൻ, ലിവറിലെ ട്യൂമറിലേക്ക് മാത്രമായിട്ട് നമ്മൾ കീമോ കൊടുക്കണം. അപ്പം ബാക്കി ശരീരാവയവങ്ങളിലെ ഒന്നും ബാധിക്കില്ല. മുടി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സെയിം ഇത് തന്നെ കിഡ്നി ട്യൂമറിനും ഉണ്ട്. പിന്നെ പാങ്ക്രിയാസിന്റെ ട്യൂമറിനൊക്കെ ഇങ്ങനെ പുതിയ പുതിയ ജനറ്റിക് മോഡിഫൈഡ് ഡ്രഗ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഈ ഡ്രഗ് ഡെലിവറിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സാധാരണ IV കാനൽ വഴി കീമോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ വെയിൻസ് ഒക്കെ ഭയങ്കര ഡാമേജ് ആവും. പിന്നെ അതൊരു പെയിൻഫുൾ കണ്ടീഷനാണ്, ത്രോംബോഫ്ലെബൈറ്റിസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേംബർ സ്കിന്നിൻ്റെ അടിയിൽ ഒരു ചെറിയ ഇൻസിഷൻ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അറ്റത്തു നിന്ന് ഒരു ട്യൂബ് നമ്മുടെ ഹാർട്ടിന് മേളിലുള്ള ബിഗ്ഗസ്റ്റ് വെയിനിലെത്തും. അപ്പോൾ ഈ കീമോ ചെല്ലുന്നത് ബ്ലഡുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത്
പോകുന്നതുകൊണ്ട് നമ്മൾ അത്രയും പെയിൻ ഒന്നും അറിയുന്നില്ല. ഇത് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചുകൊണ്ട് പേഷ്യന്റ് എവിടെ വേണമെങ്കിലും പോകാം, ഈവൻ സ്വിം ചെയ്യാനും എല്ലാം പറ്റും, കുളിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ഏത് സിറ്റുവേഷൻ, ഹൈ BP ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഹൈ ഷുഗർ ഡയബറ്റീസ് ഉള്ള ഒരാൾക്കോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കൊന്നും ഈ ഒരു IR വന്നിട്ട് ഒരു ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല? ഇല്ല, നമുക്ക് കോമോർബിഡിറ്റീസ് ഉള്ള പേഷ്യൻസ്, അതാണ് നമുക്ക് ഈ IR ഡെവലപ്പ് ചെയ്ത് വരുന്ന കൺട്രീസിലെല്ലാം ആദ്യമേ കോമോർബിഡിറ്റീസ് ഒരുപാടുള്ള പേഷ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അവർക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തപ്പം പേഷ്യൻസ് തന്നെ അല്ലെങ്കിൽ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആ സർജൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ വേറെ ഓൾട്ടർനേറ്റീവ് നോക്കിയിട്ടാണ് IR ട്രീറ്റ്മെന്റ്. മിക്ക IR ട്രീറ്റ്മെന്റും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ ആണെങ്കിലും നമ്മൾ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് സർജിക്കൽ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഒരുപാട് വേറെ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഇതൊരു 70 years മേളുള്ളവരിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളു. അപ്പോൾ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ ചെയ്യും. അതൊരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറാണ്, ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് നെക്സ്റ്റ് ഡേ, ഈവൻ UK നമ്മൾ സെയിം ഡേ തന്നെ പേഷ്യൻറ്റ് വീട്ടിൽ വിടും, നെക്സ്റ്റ് ഡേ വീട്ടിൽ പോവാം. അപ്പം അങ്ങനെയാണ് നമുക്ക് പേഷ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ബാക്കിയുള്ള പേഷ്യൻസ് ചെയ്തുകൂടാ, അങ്ങനെ വന്നാണ് ഇത് ഒരു യൂണിവേഴ്സൽ പ്രൊസീജിയറായിട്ട് പോപ്പുലറായിട്ട് വന്നത്. പരുമല ഹോസ്പിറ്റലിൽ ഏറ്റവും അധികം എന്ത് തരം പേഷ്യൻസാണ് IR വരുന്നത്? പരുമല ഹോസ്പിറ്റലിൽ ഇപ്പം പരുമല ഒരു Tier 2 സിറ്റിയാണ്. അവിടെ ഒരു ഇന്റർവെൻഷൻ റേഡിയോളജി ഒരു ഫെസിലിറ്റി ഉള്ളതെന്ന് പറയുന്നത് ആ ഒരു സറൗണ്ടിങ് ഏരിയയിലുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അവർ ട്രിവാൻഡ്രം, കൊച്ചി അവിടെയൊക്കെ പോകണമായിരുന്നു. അപ്പം നമുക്കവിടെ ഇതൊരു കോംപ്രിഹെൻസീവ് IR, അതെ, അവിടെ ഒരു കോംപ്രിഹെൻസീവ് സെറ്റപ്പ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യന്റ് OP വന്ന് ഇന്റർവെൻഷൻ റേഡിയോളജിയെ കാണുന്നു, പിന്നെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അൾട്രാസൗണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, ഇന്റർവെൻഷൻ റേഡിയോളജി തന്നെയാണ് ചെയ്യുന്നത്. ബിക്കോസ് വി ആർ ബേസിക്കലി ട്രെയിൻഡ് റേഡിയോളജിസ്റ്റ്. അപ്പോൾ അവർക്ക് വേറൊരു അൾട്രാസൗണ്ട് ചെയ്യാൻ വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് റിപ്പോർട്ടായിട്ട് വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പിന്നെ അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇത് പ്രൊസീജിയർ ചെയ്യുന്ന ആൾ തന്നെയാണ് ഈ അൾട്രാസൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോറിലേഷനും ബെറ്റർ ആണ്. വേറൊരു റിപ്പോർട്ട് നോക്കിയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് ചെയ്യുമല്ല, ഒരേ കണ്ണ് തന്നെയാണ് ഇത് കാണുന്നത്. അപ്പം ആ ഒരു ഇത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്നു, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നു. ഇത് എൻ്റെ പ്രോസസ് ഹാപ്പൻസ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ടാണ് അതിനെ ഒരു കോംപ്രിഹെൻസീവ് ഇന്റർവെൻഷൻ റേഡിയോളജി സെന്റർ എന്ന്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് എങ്ങനെയാണ്? കാരണം ഒരുപാട് സ്ത്രീകൾക്ക് മെനോപോസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പല ഇഷ്യൂസിലുണ്ടല്ലോ, PCOD അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്കും ഇപ്പോൾ ഒരു യങ് ജനറേഷൻ പെൺകുട്ടികൾക്കൊക്കെയും ഇതിൽ എന്ത് തരം ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്? ഇന്റർവെൻഷൻ റേഡിയോളജി ഫോർ വിമൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫൈബ്രോയിഡിനും അഡിനോമൈസിസിനും. അഡിനോമൈസിസ് എന്ന് പറയുന്നത് ഈ യൂട്രസിന്റെ ലൈനിങ്ങിലുള്ള സെൽസ് യൂട്രസിന്റെ മസിൽസിന്റെ ഉള്ളിൽ വരുവാണ്. അപ്പോൾ പീരിയഡ്സ് ടൈമിൽ ഈ ഇതിന്റെ ഉള്ളിലും ബ്ലീഡിങ് വരും. അത് ഭയങ്കര ഒരു പെയിൻഫുൾ കണ്ടീഷൻ. അപ്പോൾ ഈ മെൻസ്ട്രൽ പീരിയഡിന്റെ സമയത്ത് വയറിന് അടിവയറ്റിൽ വേദന, ക്രാംസ് വരിക, സിവിയർ ആയിട്ട് ബ്ലീഡിങ് വരിക. ഈ കണ്ടീഷൻസിലൊക്കെ നമ്മൾ യൂട്രസ് എടുത്ത് കളയേണ്ട ഒരാവശ്യമില്ല. നമുക്ക് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റോപ്പ് ആവും, കംപ്ലീറ്റ് റിവേഴ്സിൽ വരും, പിന്നെ യൂട്രസ് പ്രിസർവ് ചെയ്യുന്നു. അപ്പോൾ ഒരു മേജർ സർജറി ഒഴിവായി പിന്നെ നമ്മളൊരു ഓർഗനും പ്രിസർവ് ചെയ്യുകയാണ്. അതും ഒരുപാട് കോംപ്ലിക്കേറ്റ്. എൻ്റെ അമ്മയൊക്കെ നേരത്തെ ഹിസ്റ്ററക്ടമി കഴിഞ്ഞിട്ട് അമ്മ പറയും ആ സമയം വരുമ്പോൾ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ പറയാം, സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ഫോർ പീപ്പിൾ അല്ലേ. പക്ഷെ ഇതിനൊക്കെ തന്നെ ഒരു എന്തൊക്കെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ, ഇപ്പം ജസ്റ്റ് കമ്മിങ് ടു യു ആസ് എ പേഷ്യൻറ്റ്, എന്തായാലും ജസ്റ്റ് കം, അങ്ങനെയാണോ? അല്ല, നമ്മൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഒറ്റയ്ക്കല്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമുക്ക് ഇപ്പം നമ്മുടെ ഔട്ട്സൈഡ് നമ്മുടെ എക്സ്പെർട്ടൈസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കും. ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ് ഫൈബ്രോയിഡ് ഉള്ള പേഷ്യന്റ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടാവും. അവരെവിടെന്നെങ്കിലും ഇങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അവരുടെ റിപ്പോർട്ട്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കും. പ്രീവിയസ് റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളൊരു MRI സ്കാനോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടോ ചെയ്ത് നോക്കും എങ്ങനെയുണ്ട് ഫൈബ്രോയിഡ്, അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ടോ. ചില ഫൈബ്രോയിഡിനും ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല. അങ്ങനെയുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രത്യേകിച്ച് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ എന്തായാലും ബ്ലഡ് സപ്ലൈ ഉണ്ടാവും, അല്ലെ ബ്ലീഡ് ചെയ്യില്ലല്ലോ. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കാണുന്നത്. ചെറിയ ചെറിയ ഫൈബ്രോയിഡുകൾക്കും യൂസ്ഫുൾ ആണ്. ഇപ്പം ഇൻഫെർട്ടിലിറ്റി, ഫൈബ്രോയിഡ് കാരണം അവർക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പേഷ്യൻ്റ് നമ്മൾ ഹിസ്റ്റക്ടമി എന്നുള്ള ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് ഇത് യൂസ്ഫുൾ ആണ്. കാരണം നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് ഒരു 1 yearനുള്ളിൽ ഈ മുഴകളെല്ലാം ചുരുങ്ങി കഴിയുമ്പോൾ അവർക്ക് വീണ്ടും പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇതിലധികം മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നില്ല. മരുന്നുകൾ വളരെ കുറച്ചാണ് നമ്മൾ ചെയ്ത് പ്രൊസീജിയർ ഇഷ്ടാവില്ലല്ലോ, മരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിഭാഗം. അതെ, മരുന്നുകൾ ഇല്ല എന്നുള്ളതിൽ കൂടിപ്പോയാൽ ഒരു 1 week 2 weeks മരുന്നിന്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ തൈറോയിഡിന്റെ ആണെങ്കിൽ തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ മരുന്ന് കഴിക്കണം, തൈറോക്സിൻ. ഇത് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ മരുന്നുകൾ അത് ലൈഫ് ലോങ് ആണ്. പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ട, ആ മരുന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
പിന്നെ അതുമാതിരി ഇതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? കോംപ്ലിക്കേഷൻസ് ഓഫ് കോഴ്സ് എല്ലാ പ്രൊസീജിയേഴ്സിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാണ്. ബ്ലഡ് വെസലിലാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് നിന്ന് ബ്ലീഡിങ് വരാം, അവിടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെയിൻ, ചില ആളുകൾക്ക് വളരെ റെയർലി ആ ഏരിയയിൽ ഒരു പെയിൻ ഉണ്ടാവും. ഇതെല്ലാം സെൽഫ് ലിമിറ്റിംഗ് ആണ്, അല്ലാതെ മേജർ കോംപ്ലിക്കേഷൻസ് ഒന്നും അല്ല. ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിയുടെ ഒരു സ്കോപ്പ് എന്താ? കേരളത്തിൽ മാത്രമല്ല, എനിക്കൊന്ന് ഓൾ അറൗണ്ട് വേൾഡ്, ലോകത്ത് മുഴുവനും ഇൻ്റർവെൻഷൻ റേഡിയോളജിക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. ഫ്യൂച്ചർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിട്ട് അത് എന്തായാലും അത് 2030 അറൗണ്ട് $35 ബില്യൺ മാർക്കറ്റാണ് ഇതെന്നാണ് എഴുതി കണ്ടത്. അത് മാത്രമല്ല ഇന്ത്യയിൽ അത് എന്താ പറയുക അത്യങ്ങടായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇന്ത്യയിൽ ഇപ്പം കേരളത്തിലെ കാര്യം സ്പെസിഫിക്കലി ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ആളുകൾ കൂടുതൽ അവെയറായി വരുവാണ്. കാരണം എല്ലാവർക്കും ഇന്റർനെറ്റിന് ആക്സസ് ഉണ്ട്. അപ്പോൾ ആളുകൾ പുതിയ പുതിയ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച്, എസ്പെഷ്യലി മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ആളുകൾ സെർച്ച് ചെയ്യും. അപ്പോൾ ഇന്റർവെൻഷൻ റേഡിയോളജി ആണ് ഓപ്ഷൻ. അപ്പം കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറച്ചും കൂടെ ഹൈലി എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ ആയതുകൊണ്ട് അവർ ഇപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ടു, ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗൂഗിളിൽ നിന്ന് ചെയ്ത് നോക്കാതെ ആർക്കും ഒരു സമാധാനമില്ല. അപ്പോൾ അതാ കേരളത്തിൽ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു IR കുറച്ചും കൂടി ഒരു ഫ്യൂച്ചർ ഉണ്ട് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. അതുകൊണ്ട് വെരിക്കോസ് വെയിൻസിനുണ്ടോ അതിൽ? വെരിക്കോസ് വെയിൻ നമുക്ക് സർജറി, ലോക്കൽ അനസ്തീഷ്യയിൽ സർജറി ഇല്ലാതെ നമുക്ക് അബ്ലേഷൻസ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, തൈറോയിഡിനുള്ള ട്രീറ്റ്മെന്റ് IRൽ എങ്ങനെയാണ്? തൈറോയിഡ് മുഴ അല്ലെങ്കിൽ തൈറോയിഡ് വലിപ്പം കൂടുന്നതിനാണ് സാധാരണ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരിക. അപ്പം ഹോർമോൺ ചേഞ്ചസ്, വ്യതിയാനങ്ങൾ ഉണ്ടായിട്ട് ഗുളികകൾ കഴിക്കേണ്ടി വരും. ഒന്നെങ്കിൽ തൈറോക്സിൻ, തൈറോയിഡിന്റെ അളവ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ളത്. അപ്പം നമുക്ക് ചെറിയ മുഴകളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അബ്ലേഷൻ, അൾട്രാസൗണ്ട് വെച്ച് നോക്കിയിട്ട് ഒരു പിൻഹോൾ വഴി അബ്ലേഷൻ ചെയ്ത് കരിയിച്ച് കളയാം. വേറൊരു ട്രീറ്റ്മെന്റ് ഉള്ളത് കുറച്ചും കൂടെ വലിയതാണെങ്കിൽ ഈ തൈറോയ്ഡ് മുഴകളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതൊരു മെഡിസിനൽ പാർട്ടിക്കിൾസ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ കാലക്രമേണ ഇത് പതിയെ ചുരുങ്ങി പോകും. ഹോർമോൺ കൂടുതലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതും കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ എടുത്തു കളയുന്നില്ല. അപ്പോൾ തൈറോയ്ഡ് അവിടെ ഹോർമോൺസ് സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ തൈറോയ്ഡ് ഗുളികകൾ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സ്കാർ ഒന്നും ഉണ്ടാവില്ല. നെക്കിൽ ഇങ്ങനെ ഒരു സ്കാർ വരുന്നത് ആർക്കും, എല്ലാവരും നമ്മളെ കാണുമ്പോഴേ അത് നോട്ടീസ് ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ടും ഒഴിവാകും. അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടോ ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ കൂടെ തൈറോയിഡ്? ഒരുപാട് പേരുണ്ട്, വന്നിട്ടുണ്ട്. ഈ ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനുണ്ടോ ട്രീറ്റ്മെന്റ്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം BPH എന്ന് പറയും. അതൊരു 50 years മുതൽ ആളുകൾ കണ്ടു തുടങ്ങും. മിക്കപ്പോഴും മെഡിസിൻസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ കഴിയുമ്പോൾ മെഡിസിൻസിനോട് റെസ്പോൺസ് ഇല്ലാതെ വരുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്, അതായത് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, സ്ട്രീം ഭയങ്കര കുറവ്, കുറേ നേരം എടുക്കുന്നു, എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു. ഇങ്ങനെ വരുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഗ്രന്ഥി എൻലാർജ് ചെയ്ത് വിങ്ങി അതിനുള്ളിലൂടെയാണ് മൂത്രനാളി പോകുന്നത്. അതിനെ കംപ്രസ് ചെയ്യുക. അപ്പോൾ സർജറിയാണ് ഇതിനൊരു ഇപ്പോഴുള്ള ട്രീറ്റ്മെൻറ്റ്. അതൊരു മേജർ സർജറി എന്ന് തന്നെ പറയാം. നമ്മൾ സർജിക്കലി ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഷേവ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ അതിങ്ങനെ ചുരണ്ടി എടുത്ത് കളയുന്നതെന്ന് പറയുന്ന ഒരു പെയിൻഫുൾ പ്രൊസീജിയറാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഉണ്ട്. മിക്കവർക്കും അത് ചിന്തിക്കുമ്പോഴേ തന്നെ ഒരു പേടിയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ. പ്രോസ്റ്റേറ്റ് ആർട്ടറിയുടെ ബ്ലഡ് സപ്ലൈ കണ്ടുപിടിക്കുക, അതിലേക്ക് മെഡിസിനൽ പാർട്ടിക്കിൾ ഇഞ്ചെക്ട് ചെയ്ത് ആ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചുരുങ്ങിപ്പോകും. ഈ തിങ്ങി നിൽക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുങ്ങുമ്പോൾ അതിനുള്ളിലൂടെ പോകുന്ന മൂത്രനാളി വികസിക്കും. അതാണ് അതിൻ്റെ മെക്കാനിസം. സിമ്പിൾ മെക്കാനിസമാണ്. ഇത് കാരണം ഈ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇമ്പോർട്ടൻസ് പോലെ, അതായത് ചില ആളുകൾക്ക് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻസ് വരും, അതായത് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ആ ഒരു കോംപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു നമ്മൾ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസേ ഇല്ല. ബ്ലീഡിങ്, ഇൻഫെക്ഷൻ, വീണ്ടും ഈ യൂറിനറി ഇൻഫെക്ഷൻസ് വരിക, റിക്കറന്റ് ഇൻഫെക്ഷൻസ് വരിക, അങ്ങനത്തെ അവസ്ഥകളെല്ലാം മാറും. ഇപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ചില ആൾക്കാർക്ക് ഓൾറെഡി ഒരു കാർഡിയാ കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഒരു പേസ് മേക്കർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ആൾക്കാർക്കും ഇങ്ങനത്തെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിയാണ് വേറെ ഡോക്ടേഴ്സിന് സജസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ജനറൽ അനസ്തീഷ്യ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കാർഡിയാക് ഇഷ്യൂ ഉള്ള പേഷ്യൻസിന് ജനറൽ അനസ്തീഷ്യ റിസ്ക്കിയാണ്. അപ്പം ആ ഒരു നമ്മൾ ജനറൽ അനസ്തീഷ്യ യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ആ ഒരു റിസ്കി എലമെന്റ് ഇല്ല. പിന്നെ പെയിൻ കാരണം ഹാർട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാമോ എന്നുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മളിത് പെയിൻലെസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി മച്ച് സേഫർ ദാൻ നോർമൽ സർജറി. ആൾക്കാർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ശരി IR ചെയ്തോളൂ, ഇൻ്റർവെൻഷണൽ റേഡിയോളജി നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് വിശ്വാസമില്ല. കാരണം സർജറിയിൽ കൂടെ അങ്ങനെ ഒരു ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടാവുമല്ലോ.
അങ്ങനെ വന്ന് ഒട്ടും വിശ്വാസമില്ലാണ്ട് വന്നിട്ട് പിന്നെ അതുമാതിരി വെരി ഹാപ്പി ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് അങ്ങനത്തെ കേസസ് ഉണ്ടായിട്ടുണ്ട് ഡോക്ടറിന്റെ? അങ്ങനത്തെ കേസസ് ഉണ്ട്, കൂടുതലും കേരളത്തിലാണ് കണ്ടിട്ടുള്ളത്. UK വെച്ച് നോക്കുമ്പോൾ അതെ അത് ഞാൻ ചോദിക്കാൻ വന്നത്. അവിടെ പേഷ്യൻസ് കുറച്ചും കൂടെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ എല്ലാവരും ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അവർക്ക് ഒരു എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് എന്താണ് ഇതിന്റെ മെക്കാനിസം എന്ന് ചോദിക്കാറുണ്ട്. നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എന്നാലും ചിലർക്കൊക്കെ ഒരു ഡൗട്ട്, അത് ഓരോ ആളുകളും ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ അതൊരു നെഗറ്റീവ് അല്ല, ഒരു നല്ല കാര്യമാണ്. പക്ഷെ പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ആദ്യം ഒരു പേടിയായിരുന്നു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതെ, UK പേഷ്യൻസ് അങ്ങനെ ചോദിക്കില്ല. കാരണം അവിടെ എനിക്ക് തോന്നുന്ന ഒരു പേഷ്യന്റ് അവയർനെസ് ലീഫ്ലെറ്റ്സ് ഉണ്ട്, അതൊക്കെ വായിച്ചിട്ട് പിന്നെ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യും. ഇനി ശരിക്കും പറയാ ഈ ഒരു ഫീൽഡിലെ ഫ്യൂച്ചർ എന്താണ് ഡോക്ടർക്ക് പേഴ്സണലി ആസ് വെൽ ആസ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനും എന്താണ് ഡോക്ടർ ഇനി കൂടുതൽ ചെയ്യാൻ ആഗ്രഹം? ഇന്റർവെൻഷൻ റേഡിയോളജി ഒരു എല്ലാ വർഷവും പുതിയ പുതിയ പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ വീണ്ടും പുതിയ സർജറിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാരണം ചില കണ്ടീഷനിൽ സർജറി ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഭയങ്കര വലിയൊരു ഫൈബ്രോയിഡ് ആണ്, അതിന് വേറെ മാലിഗ്നൻസി ചാൻസസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഡെഫിനറ്റ്ലി സർജറി എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണം. പക്ഷേ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സിനായിരിക്കും ഇനിയും ഫ്യൂച്ചറിൽ. ഇപ്പോൾ ഓൾറെഡി അതിന് തന്നെയാണ് ഒരു ട്രെൻഡ് ഉള്ളത്. അപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ വരുന്നതുകൊണ്ട് ഈ റേഡിയേഷൻസ് ഒക്കെ കുറയുന്നു. പിന്നെ പുതിയ എക്യുപ്മെന്റ്സ്, അതും AI ഒരു കോൺട്രിബ്യൂഷനാണ്. പുതിയ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള കാത്തീറ്റേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അൽഗോരിതംസ് എല്ലാം AI വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമുക്ക് ഡിവൈസ് ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പം ഇന്റർവെൻഷൻ റേഡിയോളജീസ് ഫ്യൂച്ചർ ഒരു ബ്രൈറ്റർ ഫ്യൂച്ചറാണ്. എന്നാൽ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റുമാർ ചോദിച്ചോട്ടെ, സാധാരണ നിലയിൽ ട്രഡീഷണൽ സ്കൂൾ ഓഫ് തോട്ടിൽ സർജറി, അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം, അതല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ പാരാഫെർനാലിയാസും ഉണ്ടല്ലോ ഒരു സർജറിയുടെ ഭാഗമായിട്ട്, ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ ഇതില്ലാന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടയിൽ തന്നെ യൂഷ്വലി മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ച് ഡിബേറ്റിൽ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഫോറത്തിൽ തന്നെ ഇങ്ങനെ ടോക്ക് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് സർജറി റീപ്ലേസ് ചെയ്യുമല്ലോ, അങ്ങനെ ഒരു ടോക്ക് വരാറുണ്ട്. പക്ഷേ സർജിക്കൽ ട്രീറ്റ്മെന്റ്സിന് എപ്പോഴും അതിന്റെ വാല്യൂ ഉണ്ട്. ഇപ്പം ഇന്റർവെൻഷൻ റേഡിയോളജിയിലെ ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ട്രാൻസ് ആർട്ടീരിയൽ മസ്കുലോസ്കെൽറ്റൽ എംബോളൈസേഷൻ. ഒന്നുമില്ല, ട്രാൻസ് ആർട്ടീരിയൽ എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസലിന്റെ ആർട്ടറിക്കുള്ളിൽ കൂടി മസ്കുലോസ്കെൽറ്റൽ മസിൽസിന്റെയും ബോൺസിന്റെയും എംബോളൈസേഷൻ എന്ന് പറയാൻ ബ്ലോക്ക് ചെയ്യുക. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഭയങ്കര നീ പെയിൻ വരും. അപ്പോൾ രണ്ട് കാലിലും നല്ല പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കണം, അത് കിഡ്നിക്ക് പ്രശ്നമാവും. അങ്ങനെയുള്ള പേഷ്യൻസിന് ഏർലി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഈ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഡിലേ ചെയ്യാൻ പറ്റും. ഡിലേ ചെയ്ത് പ്രോബബ്ലി നമുക്ക് നീ റീപ്ലേസ്മെന്റ് ഒഴിവാക്കാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ ആദ്യമേ ആളുകൾ വിചാരിക്കുന്നത് അയ്യോ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന സർജറിനെ നമ്മൾ ഒഴിവാക്കുവാണല്ലോ എന്ന്. പക്ഷേ ഇത് ഒരുപാട് നീ ഒരു തേഞ്ഞ് പോയി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് അതൊരു മെക്കാനിക്കൽ ഇഷ്യൂ ആണ്, സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്, അത് റീപ്ലേസ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. ബട്ട് അൾട്ടിമേറ്റ്ലി പേഷ്യൻസിനാണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുക. അപ്പം ഏതൊരു ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് പേഷ്യൻസിന് ഓപ്ഷൻസ് കൊടുക്കാൻ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഐ തിങ്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഈ ഹാസിൽസ് ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ താമസം, അതല്ലെങ്കിൽ ഈ റീകുപ്പിംഗ്, അങ്ങനെയുള്ള പിന്നെ കുറെ മരുന്നുകൾ, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി ടൈം കുറവാണ്, ICU സ്റ്റേ നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോയി ഈവൻ ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ. പേഴ്സണൽ ചോദ്യം ചോദിച്ചോട്ടെ, ഏറ്റവും മനസ്സിന് സന്തോഷമായിട്ടൊരു കേസ്, പേരൊന്നും പറയണ്ട, ഉണ്ടായിട്ടുണ്ടോ ഈ അടുത്ത? എന്നും എല്ലാം മനസ്സിൽ, പക്ഷെ എന്തായാലും ഐ ഡിഡ് ഇറ്റ് എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു? ചില കേസസ് നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പം എസ്പെഷ്യലി ചലഞ്ചിങ് ആയിട്ടുള്ള കേസസ് വരുമ്പം നമ്മൾ ഗീവ് അപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൊണ്ട് ട്രൈ ചെയ്യാം. അത് സ്ട്രോക്ക് പേഷ്യൻസിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻ്റെ ലൈഫ് പിന്നെ അങ്ങോട്ട് മോശമായിരിക്കും. നമുക്കെന്നാൽ ലാസ്റ്റ് അറ്റംപ്റ്റ് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാവുന്നത്. കാരണം നമ്മൾ ആദ്യം ഒന്ന് ക്ലോട്ട് റിട്രീവ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ വീണ്ടും ഇതെല്ലാം അസംബിൾ ചെയ്ത് വീണ്ടും അത് അവിടെ എത്തിക്കുക എന്നുള്ളത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്, 3 times ട്രൈ ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ ഒരു എഫർട്ട് എടുത്തു കഴിയുമ്പോൾ അത് ഓപ്പൺ ആയി വരുമ്പോൾ ഓക്കെ ഞാനത് ചെയ്ത് നന്നായി, അങ്ങനെ നമുക്ക് തോന്നാം. അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കൂടെ എനിക്ക് ചോദിക്കേണ്ടതാണ്, പക്ഷേ ഇതിനെ ഹൗ എക്സ്പെൻസീവ് ഇസ് ദിസ് എന്നുള്ളത്, പക്ഷെ അത് ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് അതിനെ പറ്റിയിട്ട്. എക്സ്പെൻസ് നമ്മൾ സർജറി മാത്രമായിട്ടുള്ളൊരു കോസ്റ്റ് നോക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു കമ്പാരിസൺ ആണെങ്കിൽ ഇന്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആണ്. കാരണം എക്യുപ്മെന്റ്സ് എക്സ്പെൻസീവ് ആണ്.
പക്ഷേ ഓവറോൾ അതായത് സർജറി കഴിഞ്ഞിട്ടുള്ള ICU സ്റ്റേ, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി, വീട്ടിലുള്ള സ്റ്റേ, അത് കഴിഞ്ഞ് കുറേ നാൾ ജോലിക്ക് പോകാൻ പറ്റില്ല, എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെന്റ് ആയിരിക്കും. മെന്റൽ ഹെൽത്ത് റിസ്റ്റോർ ചെയ്യാൻ മെന്റൽ പെയിൻ, അതെല്ലാം നമ്മൾ പെയിൻ നമുക്ക് മണിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ മണി വി കനോട്ട് ജഡ്ജ് ഇൻ ടേംസ് ഓഫ് മണി. കറക്റ്റ്, ദാറ്റ് ശരിയാ. വേദന അനുഭവിക്കാതിരിക്കാൻ. കറക്റ്റ്. ആക്സിഡന്റ്, ട്രോമ, ഇതിനൊക്കെയും ഈ IR ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. IR കുറച്ച് ലൈഫ് സേവിങ് പ്രൊസീജിയേഴ്സിൽ ഒരെണ്ണമാണ് ട്രോമ IR. നമ്മൾ ഹൈ സ്പീഡ് ആക്സിഡൻസിലൊക്കെ പുറമേ ചിലപ്പോൾ ഒരു ഇഞ്ചുറി കാണത്തില്ല, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവുന്ന കേട്ടിട്ടില്ലേ? ചിലപ്പോൾ ആളുകളുടെ സ്പ്ലീനൊക്കെ ഇങ്ങനെ ഷാറ്റേഡ് ആയിട്ടിരിക്കും ഉള്ളിൽ, ലിവറൊക്കെ. അപ്പം എമർജൻസി സർജറി ചെയ്ത് സ്പ്ലീൻ എടുത്ത് മാറ്റുക, ആ സ്പ്ലീനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നമ്മൾ ലൈഗേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. പക്ഷേ പേഷ്യൻസിന് ആ ഒരു സർജറി ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ഇതിനകത്തെ കീ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു എമർജൻസി ട്രോമ കെയർ സെൻറ്ററിൽ എത്തുക, പേഷ്യൻറ്റിനെ റീസസിറ്റേറ്റ് ചെയ്യുക, അതായത് ബ്ലഡ് പോകുന്നുണ്ടാവും, അതനുസരിച്ച് തന്നെ നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുത്ത് റീസസിറ്റേറ്റ് ചെയ്ത് ഉടനെ തന്നെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പ്ലീനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ആ കേടായിട്ടുള്ള അവയവത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അടച്ചു കളയാൻ പറ്റും. അപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് പേഷ്യൻ്റ് റിക്കവർ ആവുന്ന അനുസരിച്ച് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ലൈഫ് സേവിങ് ആ ഒരു ടൈമിൽ, അതായത് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ടൈമിൽ ഇന്റർവെൻഷൻ റേഡിയോളജിക്ക് ഒരു നല്ല റോളുണ്ട്. അതാണ് അവിടുന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പഠിക്കാനായിട്ട് ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, ഒരു റേഡിയോളജി കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ ആൾക്കാർ, ഇപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഡോക്ടർ പോയി പഠിച്ചത് UK പറഞ്ഞു. സോ ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ അക്കാഡമി എങ്ങനെയാണ്? പാത്വേ ഇപ്പോൾ ഞാൻ റേഡിയോളജി കഴിഞ്ഞ സമയത്ത് അത്രയും നല്ല ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇല്ലായിരുന്നു, അതായത് ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഞാനൊരു ബേസിക് ഫെലോഷിപ്പ് ഇന്ത്യയിൽ ചെയ്തായിരുന്നു. അത് UK ട്രെയിൻഡ് ആയിട്ട് വന്ന ഒരാൾ ഡോക്ടർ വിപിൻ കുത്തപ്പയാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അപ്പം സാറ് UK ട്രെയിൻഡാണ്. അപ്പം സാറിൻ്റെ ഫസ്റ്റ് ഫെലോ ആയിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി സാറിൻ്റെ ട്രെയിനിങ് എവിടെ നിന്നാണ് കിട്ടിയത്, അവിടെ എന്തായാലും ഇതിൻ്റെ അപ്പുറം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ UK പോയപ്പോൾ അവിടെ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ അവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്, ഒരു സ്ട്രക്ചേർഡ്. എനിക്ക് തോന്നുന്ന ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടായിരിക്കും അവർക്ക് കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം ബേസിക്, ഈവൻ നീഡിൽ ഹാൻഡ്ലിങ് എല്ലാം ഒരു ടെക്നീക്സ് ഉണ്ട്. ആ ടെക്നീക്സ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. അത് ആദ്യമേ തന്നെ നമ്മുടെ കയ്യിലോട്ട് നീഡിൽ തന്ന് ചെയ്തു അങ്ങനെ പറയുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് അവർ നോക്കി ഇയാളൊരു സേഫ് ഓപ്പറേറ്റർ ആണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്കൊരു കേസ് ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കത് ഇപ്പോഴും തോന്നുന്നത് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഞാനിവിടെ ഡ്രൈവിങ് ഞാൻ തന്നെ പഠിച്ചത്, ബുക്ക് നോക്കി തന്നെ പഠിച്ചു, ഡ്രൈവ് ചെയ്തു, ലൈസൻസ് കിട്ടി, ഞാൻ പ്രോപ്പറായിട്ട് ഓടിക്കുകയും ചെയ്തു. പക്ഷേ UK ചെന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്ക് പ്രോപ്പർ ഡ്രൈവിങ്, എനിക്ക് എപ്പോഴും പ്രോപ്പർ ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാണ്. എനിക്ക് ഇവിടുന്ന് പണ്ട് ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ ഡ്രൈവ് ചെയ്ത് പോകും, ഇപ്പോഴും ഞാൻ പോകും. പക്ഷേ ഇപ്പോൾ ഞാൻ പോകുന്നത് കുറച്ചും കൂടെ എനിക്ക് അറിയാം, എനിക്ക് സേഫറായിട്ടാണ് പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈവൻ മെഡിക്കൽ ട്രെയിനിങ്, എവറിത്തിങ് നമുക്ക് പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടെങ്കിൽ, പ്രോപ്പർ സ്കിൽ അക്വേർഡ് ആണെങ്കിൽ ഒരു ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബ്ലഡ് എടുക്കാനായിട്ടുള്ള ആ ഒരു പ്രൊഫഷണൽ കുത്തുമ്പോൾ നമുക്കറിയാം അത് സ്കില്ലിൻ്റെ ആണോ അല്ലയോ എന്ന്. കാരണം പെയിൻ കിട്ടാതെ ഇവിടെ തട്ടി നിൽക്കുമ്പോൾ നമുക്കറിയാം പഠിക്കും അവർ. സോ ഇതിലേക്കും ഇത് ഞാനൊരു കമ്പാരിസൺ പറഞ്ഞതല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പുതിയൊരു മാജിക് ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കുന്ന ഈ ഒരു ശാഖയിലേക്ക് ഈ സ്കിൽ അതിനുള്ള അത് എത്ര എക്സ്പീരിയൻസ് ആവണം, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് ഒരാൾക്ക് വിശ്വസിച്ച് വരണമെങ്കിൽ? ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് ഇന്റർവെൻഷൻ റേഡിയോളജി ഈസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓഫ് റേഡിയോളജി. അപ്പോൾ റേഡിയോളജി ബേസിക് ട്രെയിനിങ് വേണം. അത് നമ്മളൊരു 3 years ട്രെയിനിങ് അക്വയർ ചെയ്തിട്ടാണ് പിന്നെ ഇന്റർവെൻഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഈ ഹോസ്പിറ്റലുമാർ ഒരുപാട് വെരി കോംപ്ലക്സ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം. അത് ഒരു എക്യുപ്മെന്റ്സ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെ ഡിഫൈൻ ചെയ്ത് നമ്മുടെ ടൂൾസ് ആണ്. നമ്മൾ നല്ല ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൽസ് മാക്സിമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ആക്സിഡന്റ് ട്രോമ വരുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഹാർട്ട് ബേസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇന്റർവെൻഷൻസ് നടത്തിയിട്ടുണ്ടോ? ഹാർട്ട് ബേസ്ഡ് നമ്മൾ ട്രെയിൻഡ് അല്ല, കാർഡിയോളജിക് പ്രൊസീജിയേഴ്സ് കാർഡിയോളജി ചെയ്യുന്നത്. പക്ഷേ അയോട്ട മെയിൻ ഹാർട്ടിനുള്ള മെയിൻ ആർട്ടറി, അതിൽ ആക്സിഡന്റ് വരുമ്പോൾ ഇഞ്ചുറീസ് വരാം. അപ്പം അതൊരു ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറിയാണ്. കാരണം മെയിൻ ബ്ലഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് മുഴുവൻ വാർന്നു പോകും. അതിൽ നമുക്ക് അയോട്ടിക് സ്റ്റെൻറ്റ് ഗ്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആക്സിഡന്റ് ആയിട്ടല്ലെങ്കിലും വേറെ അസുഖങ്ങൾ, അതായത് ഡയബറ്റീസ്, കൊളസ്ട്രോൾ കാരണം ഈ അയോട്ട വീർത്ത് വന്നിട്ട് കുറേ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വയറ് കീറി ഓപ്പറേഷൻ ചെയ്യരുത്. ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ചുപോയത് ഈ ഒരു അസുഖം കാരണമാണ്. അപ്പോൾ പുള്ളി മരിച്ചു പോയില്ലായിരുന്നു, ചിലപ്പം ടൈം ട്രാവലൊക്കെ ചിലപ്പം കണ്ടുപിടിച്ചതിന്. ഇപ്പോൾ 2 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്തു. അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ലോഫെയിൻ ടേപ്പില്ലേ, അതുപോലത്തെ അത് വെച്ച് റാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്കാർ വന്ന് അത് ഹീലായിട്ട് നിൽക്കും. അപ്പോൾ 2 പ്രാവശ്യം പുള്ളിക്ക് ഓപ്പറേഷൻ ചെയ്തു. 2ാമത്തെ തവണ ഞാൻ തോന്നുന്നു പുള്ളി ആൾ സേവ് ചെയ്യാൻ പറ്റിയില്ല.
നമുക്ക് ഈ സെലോഫെയിൻ ഗ്രാഫ്റ്റിൻ്റെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് വയർ ഓപ്പറേറ്റ് ചെയ്യാതെ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഈ ഗ്രാഫ്റ്റ് ഈ അയോട്ടയ്ക്ക് ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ വീക്കം നമുക്ക് ഹീൽ ചെയ്ത് കളയാൻ പറ്റും. അതിപ്പം ട്രോമ കാരണമാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖം കാരണമുള്ള വീക്കം ആണെങ്കിലും ഇങ്ങനെ വരും. ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹള്ളിൽ അതിൻ്റെ ഒരു മെയിൻ അയോട്ടിക് സെന്റർ ആയിരുന്നു. ഞാൻ അവിടെയായിരുന്നു താങ്ക്ഫുള്ളി ഹൾ യൂണിവേഴ്സിറ്റി അല്ലേ. ഓക്കെ, ഒരു മാനസികമായിട്ടൊരു റേഡിയോളജിസ്റ്റിൻ്റെ അത് ചോദിക്കുകയാണ്. വെൻ യു ഹാവ് ദിസ് ഒരു ട്രോമ പേഷ്യൻ്റ് മുമ്പിലിരിക്കുമ്പോൾ യുനോ ആൻഡ് ദെൻ ഇത് മെൻ്റലി ഉള്ള പ്രിപ്പറേഷൻ എന്താ താങ്കളുടെ? മെൻ്റലി നമ്മൾ പ്രൊസീജിയർ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴും പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ ഓൺ കോൾ ആണെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും പ്രൊസീജിയർ ആയിരിക്കും മനസ്സിൽ. അപ്പം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മളെല്ലാം മെക്കാനിക്കലി ആയിരിക്കും. ഹോസ്പിറ്റലിലേക്കുള്ള വഴി നമുക്കറിയാമല്ലോ. പിന്നെ റൂമിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മോണിറ്ററിങ് പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കും. അനസ്തെറ്റിക് ഉണ്ടാവും, അനസ്തെറ്റിക് സപ്പോർട്ട് ഉണ്ടാവും. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവർ ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് തരും. പിന്നെ നമ്മൾ നോക്കുന്നത് ആ പൾസ് മോണിറ്ററിലാണ് വൈറ്റൽസ് കാണിക്കുന്നത്. നമ്മൾ ആ എംബോളൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ ചേഞ്ച് കാണാൻ പറ്റും. അപ്പോഴാണ് നമുക്കൊരു റിലീഫ് വരുന്നത്. പിന്നെ നമ്മൾ എല്ലാം സ്ലോലി കാം ആൻഡ് ക്വയറ്റ് ചെയ്ത് കഴിയും. അതുവരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. മനസ്സിൽ മൊത്തം ഈ ഹ്യൂമൻ ബോഡിയുടെ സിസ്റ്റം ആയിരിക്കുമല്ലോ ഏത് സമയവും. ഏത് സമയമല്ല, ഇങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വരുമ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും നമ്മൾ ഇതിനെന്തെങ്കിലും വേറെ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ടോ നമ്മൾ ആലോചിക്കാറുണ്ട്. അതെല്ലാം ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആലോചിക്കാറുണ്ട്. കാരണം എല്ലാവരും ഇതിന്റെ ഇന്നോവേറ്റീവ് മൈൻഡുള്ള ആളുകളാണ്. സിനിമയിലൊന്നും ഇതിനെക്കുറിച്ച് അധികം പരാമർശം വന്നിട്ടില്ല അല്ലേ? കാരണം അവയർനെസ് ഇതിപ്പോ 1964 ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. പക്ഷേ നമ്മളിപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡെവലപ്ഡ് കൺട്രീസിൽ കുറെ ഭയങ്കര ട്രെൻഡിങ്ങിലാണ് പോകുന്നത്. ഡോക്ടർ, ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന ഈ ഒരു മാജിക് ഓഫ് മോഡേൺ മെഡിസിൻ ശാഖയിൽ ഇനി ഇതുവരെ നടന്നിട്ടില്ല, പക്ഷേ ഇത് നടന്നാൽ ദിസ് വിൽ ബി ദ ബെസ്റ്റ് എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വൈൽഡസ്റ്റ് ഡ്രീം പോലെ തോന്നിയതാണ്. നമ്മൾ ഈ നാനോ റോബോട്ട്സിനൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഗൈഡ് വയേഴ്സും കാത്തീറ്റേഴ്സും യൂസ് ചെയ്യുന്നതിന് പകരം ഈ ചെറിയ റോബോട്ട്സിനെ ബ്ലഡ് വെസലിൻ്റെ അകത്ത് വയ്ക്കുന്നു. പിന്നെ നമ്മൾ വീഡിയോ ഗെയിം പോലെ സ്ക്രീനിൽ കൺട്രോൾ ചെയ്യുന്നു. ഈ റോബോട്ട് ഏത് ഓർഗനിൽ ചെല്ലുന്നു നമ്മൾ പറയുന്ന കാര്യം അവിടെ അത് ചെയ്യാൻ പറ്റുന്നു. ഈവൻ ഡ്രഗ് ഡെലിവറി ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നു. അത് ഫ്യൂച്ചറിൽ നടക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത്. അതെ, ഓ ദാറ്റ്സ് എ ഗുഡ് വേർഡ്. ഭയങ്കര വിഷ്വലൈസ് ചെയ്ത് ഞാൻ ഡോക്ടറിനെ വീഡിയോ ഗെയിം അതെ ഇത്ര നേരം സംസാരിച്ച ഐ എം സോ ഹാപ്പി ദാറ്റ് ഇതൊരു പുതിയൊരു ശാഖയിലേക്ക് പഠിക്കാനും കുറേ എനിക്ക് റിസർച്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇൻഫർമേഷൻ. നോ പ്രോബ്ലം. ബിക്കോസ് ഇറ്റ് ഇസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് വേൾഡിലേക്കാണ് ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഐ എം ഷുവർ എൻ്റെ ഓഡിയൻസിനും. ഞാൻ പരുമല ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പ്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ കുഡ് ഡു ദിസ് ഫോർ യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.